ഹായ് കൂട്ടുകാരെ, നമുക്കൊരു കപ്പത്തോറ റെസിപ്പി വീഡിയോ കണ്ടാലോ. അതിനാദ്യം വേണ്ടത് അരക്കപ്പ് തേങ്ങ, ഒരു നുള്ളി ജീരകം, ആവശ്യത്തിന് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. ശേഷം 4 അല്ലി വെളുത്തുള്ളി, ഇനി 2 നുള്ളി മുളക് പൊടിയും കൂടി ഇടണം. ഇത് നമ്മൾ കല്ലേ വെച്ച് നല്ലപോലെ ചതച്ചെടുക്കണം കേട്ടോ. ഈ ചതച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ശേഷം സ്റ്റൗ കത്തിച്ച് ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോഴേക്കും എണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇവിടെ നമ്മൾ കടുകിന് പകരം ഇതേപോലെ ഉഴുന്നുപരിപ്പാണ് കേട്ടോ ഇടുന്നത്. അതിട്ട ശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചീനിയിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ആ മിക്സ് നമ്മൾ ഇതിലോട്ട് തട്ടുക. ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന തേങ്ങ ചതച്ച ആ ഒരു മിക്സും കൂടെ ഇതിനകത്തേക്ക് തട്ടണം. ആ മിക്സും തട്ടി ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പത്തോരൻ റെസിപ്പി കംപ്ലീറ്റഡ്. ആക്ച്വലി ഇതിൻ്റെ ഷേപ്പും ആ ഒരു വലിപ്പവും കണ്ടാൽ അറിയാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേവിക്കാൻ അരിഞ്ഞതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതിൻ്റെ വലിപ്പം കണ്ടുകൊണ്ട് അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കിത് വേവിക്കാൻ എടുക്കണ്ട, തോരനാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എനിവേ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ഇടണേ.